ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി റവ കൊണ്ട് തയ്യാറാക്കിയെടുക്കുന്ന നല്ല രുചിയുള്ള അപ്പമാണ്. പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഈ അപ്പം നമുക്ക് അരമണിക്കൂർ കൊണ്ട് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ കഴിയുന്ന നല്ല രുചിയുള്ള അപ്പം എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിനു വേണ്ടിയിട്ട് 1.5 കപ്പ് റവ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളിവിടെ വറുക്കാത്ത റവയാണ് എടുത്തിട്ടുള്ളത്. വറുത്ത റവയാണ് കയ്യിലുള്ളതെങ്കിൽ അതെടുത്താലും മതിയാകൂട്ടോ. കൂടെ തന്നെ ചിരകിയ നാളികേരം ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ 1/4 കപ്പ് അളവിലാണ് ചിരകിയ നാളികേരം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 3 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗോതമ്പ് പൊടിക്ക് പകരം നമുക്ക് മൈദ ചേർത്ത് കൊടുക്കാവുന്നതാണ്. 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിവിടെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റാണ് കയ്യിലുള്ളതെങ്കിൽ അത് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി ഇത് അരച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മളിവിടെ 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നല്ലതുപോലെ ഇളക്കി കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. റവ അളന്നെടുത്ത ആ കപ്പിന് തന്നെ 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ കറക്റ്റ് ആയിരിക്കും. നമ്മൾ ഒഴിക്കുന്ന വെള്ളത്തിന് ചൂട് കൂടിപ്പോകരുത്. ചൂട് കൂടിപ്പോയാൽ ഈസ്റ്റ് ആക്റ്റീവ് ആകാതെ വരും. അതുകൊണ്ട് ഇളം ചൂടുള്ള വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുക്കാവൂ. ഇപ്പോൾ ഇവിടെ ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് അരച്ചെടുക്കാൻ വളരെ എളുപ്പമായിരിക്കും. ഒട്ടും തരിയില്ലാതെ നല്ലതുപോലെ അരച്ചെടുക്കണം. അപ്പോൾ ഞാനിത് അരച്ചെടുക്കട്ടെ. ദാ ഇവിടെ ഇപ്പോൾ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. അരച്ചെടുത്ത ബാറ്റർ ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്കിത് പൊങ്ങി വരുന്നതിന് വേണ്ടിയിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അരമണിക്കൂർ കൊണ്ട് തന്നെ നമ്മുടെ ഈ മാവ് പൊങ്ങി വരും. നമ്മുടെ ക്ലൈമറ്റ് അനുസരിച്ച് മാവ് പൊങ്ങി വരുന്ന ടൈമിൽ വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ അരമണിക്കൂറായിട്ടുണ്ട്. നമ്മുടെ മാവ് ഇവിടെ നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ആവശ്യത്തിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ മാവ് ഇവിടെ നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈസ്റ്റ് എടുക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഈസ്റ്റ് എടുക്കാൻ ശ്രദ്ധിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് മാവ് നല്ലതുപോലെ പൊങ്ങി വരികയുള്ളൂ. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് മാവ് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഈ ഒരു ടൈമിൽ മാവ് കട്ടിയായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ ആവശ്യത്തിന് വേണ്ട വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കറക്റ്റ് പാകത്തിന് റെഡിയാക്കി എടുക്കണം. ഇനി നമുക്ക് അപ്പം റെഡിയാക്കി എടുക്കാം. ചൂടായ തവയിലേക്ക് ആവശ്യത്തിന് വേണ്ട മാവ് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മളിത് പരത്തേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് റൗണ്ടാക്കി എടുത്താൽ മാത്രം മതിയാകും. നമുക്ക് അപ്പച്ചട്ടിയിലും ഈ അപ്പം റെഡിയാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. ചൂടായ തവയിൽ മാവ് ഒഴിച്ചു കൊടുത്തിട്ട് ഗ്യാസ് ഹൈ ഫ്ലെയിമിൽ ഇതുപോലെ നിറയെ ഹോൾസ് വന്നതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ചിട്ട് ഗ്യാസ് ലോ ഫ്ലെയിമിൽ അപ്പം കുക്ക് ചെയ്തെടുക്കാം. ഒരു 30-40 സെക്കൻഡ്സ് കൊണ്ട് തന്നെ അപ്പം നമുക്ക് കുക്കായിട്ട് കിട്ടും. ഈ അപ്പം നമുക്കിവിടെ കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ബാക്കിയുള്ളതും നമുക്ക് ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കാവുന്നതാണ്. നമ്മൾ അരി അരച്ച് തയ്യാറാക്കുന്ന അപ്പം പോലെ തന്നെ വളരെ ടേസ്റ്റിയും സോഫ്റ്റും ആയിട്ടുള്ള അപ്പമാണിത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. റവ കൊണ്ട് തയ്യാറാക്കിയെടുക്കുന്ന നല്ല രുചിയുള്ള അപ്പം എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കണം. ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടമാകും. ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്